അമേരിക്കയും ചൈനയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക ശക്തികൾ നേർക്കുനേർ നിൽക്കുകയാണിപ്പോൾ. ആയുധം വച്ചല്ല കളി, തീരുവ വച്ചാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യ കാർഡിറക്കി കളി തുടങ്ങിയത്. ഇപ്പോൾ ചൈനയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് 10% എന്നതിൽ നിന്ന് 20%-ആയി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തിയതാണ്. ഒപ്പം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% വീതം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്നും പറഞ്ഞു. ചൈന അപ്പോഴും സമവായത്തിന്റെ വഴി തുറന്നിട്ടിരുന്നു. ബീജിംഗിൽ നിന്ന് വന്ന സന്ദേശം ചർച്ചയെങ്കിൽ ചർച്ച, ഇനി അതല്ല ഇതേ കളിയാണ് കളിക്കേണ്ടതെങ്കിൽ അത് തന്നെ തുടരാം എന്നുള്ളതായിരുന്നു. പക്ഷേ ട്രംപിന്റെ നീക്കവുമായി മുന്നോട്ട് പോയി. മാർച്ച് 4-ന് ഈ തീരുവ നിലവിൽ വന്നു, പ്രാബല്യത്തിൽ വന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ 20%-ആണ് ഇറക്കുമതി തീരുവ. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25%-ആണ് തീരുവ. ഇന്ന് തന്നെ ആ ദിവസം തന്നെ ചൈന തീരുമാനം എടുത്തിരിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവിടുത്തെ ഇറക്കുമതി ചുങ്കം 15%. നേരത്തെ ചുങ്കം അവിടെ ഇല്ലായിരുന്നു. 15% ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ്. വരുന്ന 10-ാം തീയതി മാർച്ച് 10-നാണ് ഇത് നിലവിൽ വരുന്നത്. പ്രധാനമായും അമേരിക്കയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിലേക്ക് ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ചില കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ആ കമ്പനികളെ കയറ്റുമതി നിയന്ത്രിത കമ്പനികളുടെ പട്ടികയിലൊക്കെ പെടുത്തുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് 15% തീരുവ പ്രഖ്യാപിച്ചത്. സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് 10%-മാണ് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. ഒപ്പം 10 അമേരിക്കൻ കമ്പനികളെ ചൈന വിശ്വസനീയമല്ലാത്ത കമ്പനികളുടെ പട്ടികയിൽപ്പെടുത്തി. കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ 15 അമേരിക്കൻ കമ്പനികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ചൈനയും അതേ രീതിയിൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവ ഇരട്ടിയാക്കിയപ്പോൾ, അത് 20% ആക്കിയപ്പോൾ ചൈന ഒരു പുതിയതായി 15% തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളിലും വ്യാപാരം നടത്തുന്ന അമേരിക്കൻ കമ്പനികളടക്കം എതിർപ്പുമായി പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന വളരെ കൃത്യമായി തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പല കമ്പനികൾക്കും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളോട്, സാമ്പത്തിക താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില കമ്പനികൾ കൂടി ഇതിലുണ്ട്. ട്രംപ് എങ്ങനെയാണോ ഒരു കളി കളിക്കുന്നത്, ചൈനയ്ക്കെതിരെ നടത്തുന്നത്, മെക്സിക്കോയ്ക്കോ കാനഡയ്ക്കോ എതിരെ ഇത്തരത്തിലേക്കൊക്കെ നീങ്ങിയാലും അവർക്ക് പ്രതിരോധിക്കുന്നതിന് പരിധിയുണ്ട്. അമേരിക്ക പോലെ ഒരു അതിസമ്പന്നമായ രാജ്യത്തോട് സാമ്പത്തികമായും സൈനികമായിട്ടുമൊന്നും ഏറ്റുമുട്ടാൻ തക്ക ശേഷിയുള്ള രാജ്യങ്ങളല്ല. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് കാനഡയെങ്കിലും, പക്ഷേ കാനഡയൊക്കെ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ട്രംപിന്റെ നീക്കത്തെ പ്രതിരോധിക്കുന്നത്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രവിശ്യ ഗവർണർ തന്നെ പറഞ്ഞത് ലോകത്തിന്റെ ക്രമത്തെ മുഴുവൻ ട്രംപ് അട്ടിമറിക്കുകയാണ്. ലോകം ഒരുമിച്ച് നിന്ന് ട്രംപിന്റെ ഈ ഭ്രാന്തൻ നീക്കങ്ങൾക്കെതിരെ ചെറുക്കണം എന്ന മട്ടിലൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേരത്തെയും കാനഡയും ട്രംപും തമ്മിലുള്ള ചില വാക്പോരുകളൊക്കെ ട്രംപ് പ്രസിഡന്റായ സമയം മുതൽ തുടങ്ങിയതാണ്. എന്തായാലും ഇത് രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കയുടെയും ചൈനയും തമ്മിലുള്ള ഇത്തരമൊരു തീരുവ യുദ്ധം നീണ്ടുപോയാൽ അത് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കും. അതിലാർക്കൊക്കെയാണ് ലാഭമുണ്ടാകുന്നത്, നഷ്ടമുണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം ലോകത്തിൻ്റെ ആകെ GDP-യുടെ 26.11% കൈയാളുന്ന രാജ്യം അമേരിക്കയാണ്. ആകെ ലോകത്തിൻ്റെ GDP-യുടെ 16.76% കൈയാളുന്ന രാജ്യം ചൈനയാണ്. ഈ രണ്ടു രാജ്യങ്ങളുടെയും GDP ആകുമ്പോൾ തന്നെ ഏകദേശം 43% ലോക GDP. ബാക്കി എന്ന രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ബാക്കി ഈ 57% GDP ആണ് കൈയാളുന്നത്. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും ഏത് സ്ഥലത്താണ്? അങ്ങനെയുള്ള രണ്ടു പേർ തമ്മിലാണ് പോരാട്ടം നയിക്കുന്നത്. അങ്ങനെയുള്ളവർ തമ്മിൽ പോരാട്ടം നയിക്കുമ്പോൾ സ്വാഭാവികമായും ലോക വിപണിയിൽ അത് വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിയാതിരിക്കുകയും അമേരിക്ക ഉൽപ്പന്നങ്ങൾ ചൈനയിൽ വിറ്റഴിയാതിരിക്കുകയും ഒക്കെ ചെയ്താൽ ലാഭമുണ്ടാകാൻ പോകുന്ന മറ്റു ചില രാജ്യങ്ങളുണ്ട്. ഈ ഇടപാടിലൊക്കെ നിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. നഷ്ടമുണ്ടാകാൻ പോകുന്ന മറ്റു രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. എന്തായാലും അത്തരത്തിലേക്കൊക്കെ ലാഭനഷ്ടങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ക്രമത്തിൽ, വാണിജ്യ ക്രമത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാകും ഇത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ. പക്ഷേ ചൈന അവിടെയും ഒരു ചെറിയ സാമ്പത്തിക വിഷയങ്ങളിൽ ചൈന പലപ്പോഴും അത്തരം തന്ത്രപരമായ നിലപാട് കൂടിയാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ചൈന
ചൈന ഇന്ന് തന്നെ ഇത് നടപ്പാക്കുന്നതിന് പകരം ചൈനയെ പോലെ രാജ്യത്ത് ഇന്നും തീരുമാനിച്ചു നടപ്പാക്കുന്നതിന് മറ്റേതെങ്കിലും തടസ്സമുള്ളതല്ല. മാർച്ച് 10 എന്നൊരു ദിവസം അവർ നൽകിയിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ ചൈനയിലേക്ക് വ്യാപകമായി സാധനങ്ങൾ കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ വലിയ സാമ്പത്തിക താല്പര്യമുള്ള കമ്പനികളുണ്ട്. ആ കമ്പനികളിലൊക്കെ പലതരത്തിൽ ഈ ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. അവരുടെ വ്യാപാരത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയോ വലുതായിരിക്കും. അത്തരത്തിലുള്ള തീരുവയൊക്കെ കുറച്ചു കൊണ്ടുവരുന്നൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുവയുടെ ഒരു വർധനമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ കയറ്റുമതിയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദത്തിനുള്ളൊരു വഴി തുറന്നിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇനി നേരെ അതല്ല, നിങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ആ ചർച്ചയ്ക്ക് ചൈനയും തയ്യാറാണ് എന്നുള്ളൊരു വഴി കൂടി ചൈന എന്തായാലും തുറന്നിടുന്നുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരടക്കം അല്ലെങ്കിൽ ലോക രാഷ്ട്രീയ വിദഗ്ധരടക്കം ഈ ട്രംപിൻ്റെ ഇത്തരം നീക്കങ്ങളെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭ്രാന്തൻ നീക്കങ്ങളെയൊക്കെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. വലിയ വൈകാരികതയൊക്കെ ഉണർത്തി ചില ഭരണാധികാരികളൊക്കെ അതിവൈകാരികത, ദേശീയതയെ സംബന്ധിച്ച് അതിവൈകാരികതയൊക്കെ ഉണർത്തി ആ രാജ്യത്തിൻ്റെ അധികാരം നിലനിർത്തുന്ന ഒരു തന്ത്രമുണ്ട്. ഇതേ തന്ത്രമൊക്കെ തന്നെയാണ് ട്രംപും പ്രയോഗിക്കുന്നത്. അടിസ്ഥാനപരമായി ട്രംപ് ഒരു വ്യവസായി ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിലൊക്കെ, സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരമൊരു തന്ത്രം തന്നെയാണ് ഇവിടെയും ട്രംപ് ഉപയോഗിച്ചത്. പക്ഷേ ചൈന ആയതുകൊണ്ട് ചൈന മറ്റു തരത്തിൽ അതിനെ തിരിച്ചടിക്കുന്നു. ഇതിൻ്റെ ഫലം ചിലപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരമൊരു പോര് നിന്നാൽ ചിലപ്പോൾ വാണിജ്യപരമായി നേട്ടമുണ്ടാവാം, ചിലപ്പോൾ അത് തിരിച്ചടി ഉണ്ടാവാനും ഒക്കെ സാധ്യത. അതൊക്കെ വരും കാലങ്ങളിൽ ഈ സാധ്യത ഏതെല്ലാം തരത്തിലാണ് മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്, അവർ ഈ തരത്തിൽ മറ്റു തരത്തിലേക്ക് ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ, ഈ വലിയ സമ്പത്തിൻ്റെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്തിൻ്റെ ഇടപാടുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രണ്ടു രാജ്യങ്ങളും നേർക്കുനേർ തന്നെയാണ് പോരാട്ടത്തിൽ നിൽക്കുന്നത്. ട്രംപ് ഉറച്ചു നിൽക്കുന്നു, മറുഭാഗത്ത് ചൈനയും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് മാത്രമല്ല അവർ ഒരു പടി കൂടി കടന്ന് അമേരിക്കയ്ക്ക് ചെക്ക് വെക്കുകയാണ്.